മലയാളി ഫ്രം ഇന്ത്യ നിവിൻ പോളിയുടെ പുതിയൊരു ചിത്രവും കൂടി. ആൽപ്പറമ്പിൽ ഗോപി തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കിയോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. പടം സീരിയസ് ആണ്, പക്ഷേ അതൊരു പറയുന്ന രീതി കുറച്ച് കോമഡിയൊക്കെ ചേർന്നുണ്ട്. ജനങ്ങളെ സന്ദേശം എത്തിക്കുന്ന പടം. കേരളം കത്തിക്കാനുള്ള സബ്ജക്റ്റ് ആണോ? എങ്ങനെയാണ്? കേരളം കത്തത്തില്ല. പൊതുതെരഞ്ഞെടുപ്പുകളിൽ കിടക്കുന്ന ഒരു വേദനയാണ്. അദ്ദേഹം പോയില്ലല്ലോ തിരിച്ചു. അടിപൊളി, നല്ല പടം. ഒരുപാട് മെസ്സേജ് ഉണ്ട് കാണാൻ. നിവിൻപോളിയുടെ ഒരു തിരിച്ചു വരാ എന്നൊക്കെ പറയാൻ ഒരുപാട് ഇഷ്ടമായി. നിവിൻപോളി ഇതിനകത്ത് ഒന്നുകൂടെ അടിപൊളിയായിട്ട് അഭിനയിച്ചു. ഒരുപാട് ഫീൽ ഗുഡ്, പൊളിച്ച് സൂപ്പർ. എങ്ങനെയാണ് കണ്ടിറങ്ങുമ്പോ ഫീൽ ഗുഡ് ഇമോഷൻ ആണോ അതോ ഇമോഷൻ ജനഗണമനയൊക്കെ കണ്ടവർക്ക് ഒരു ഫീൽ ആണോ? അതെ അതെ, അതുപോലെ തന്നെ സൂപ്പർ ഹിറ്റ് ആണ്. എല്ലാം മിക്സ് ആണ്. ഇമോഷൻ, പൊളിറ്റിക്സ്, ത്രില്ലർ എന്ന് പറയില്ല, കൂടുതൽ ഒരു ഇവിടുത്തെ പൊളിറ്റിക്സ് ഇതൊക്കെ പറയുന്നത്. എൻജോയ് ചെയ്തു. ത്രില്ലറാണോ അതോ കോമഡിയാണോ? മതത്തിന്റെയും ഒരു കൺട്രീന്റെയും ബോർഡേഴ്സ് ഇല്ലാത്ത നമ്മളെ മലയാളി ഫ്രം ഇന്ത്യയുടെ കഥ. അതാണ് ശരിക്കും കഥ. ഇപ്പൊ കോമഡി മിക്സ് ആയിട്ട് അത് പ്രസന്റ് ചെയ്ത രീതിയും മേക്കിംഗ് എല്ലാം അടിപൊളിയായി. അഭിനയം കേരളം കത്തുവോ? കത്തുമായിരിക്കും. ഏത് ജോണറാണ്? സാമൂഹ്യ അന്തരീക്ഷമായിട്ട് ബന്ധപ്പെട്ട് ജനഗണമന പോലൊരു പടമാണ്. ടീച്ചർ കാണാൻ ഒരുപാട് കോമഡി അല്ല, എന്നാലും കണ്ടത് എന്താ ഒരു കോമഡി മൂവി ആണെന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിച്ച സെയിം പറ്റിക്കൽ തന്നെ സെയിം പറ്റിക്കൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, പക്ഷെ സൂപ്പർ മൂവി. മലയാളി എല്ലാവർക്കും പണി നല്ല, എല്ലാവർക്കും ഉള്ളൊരു മറുപടിയാണിത്. എല്ലാരും ചിന്തിക്കണം, നമ്മുടെ നാട് ചിന്തിക്കണം, ശരിക്കും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ചിന്തിക്കണം. അല്ലാതെ ഇപ്പൊ നമ്മുടെ മേളിലിരിക്കുന്നവർ പറഞ്ഞിട്ട് ചെയ്യേണ്ട രീതിയിലല്ല എന്ന് നമ്മൾ ചിന്തിക്കണം. അത് ഒരു തിരിച്ചറിയലിന്റെ ഒരു സിനിമയാണിത്. എല്ലാവർക്കും പണി കൊടുത്തിട്ടുണ്ടോ? ആ സൂപ്പർ. നിവിൻപോളി എല്ലാരും സൂപ്പർ, എല്ലാം നല്ല. നിവിൻപോളി പൊളിച്ചടിക്കി. അങ്ങനെയല്ല, ആസ് ഒരു സാധാരണക്കാരൻ അറിയില്ല, ഇനി ഇതിനെ കുറിച്ച് ചർച്ചകളൊക്കെ വരുമായിരിക്കും. അങ്ങനെയുള്ള ഒരു മൂവിയാണ്. ചർച്ചകൾ ഉണ്ടാവട്ടെ. ഫസ്റ്റ് ഹാഫ് എന്ന് പറയാൻ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഫണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊളിറ്റിക്കൽ സെറ്റയർ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്. സെക്കൻഡ് ഹാഫ് ഇമോഷണലി കൂടുതൽ കണക്ട് ആക്കി എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് മാത്രമല്ല, ഫുള്ള് നമുക്ക് ആ ഒരു പിടിച്ചിരുത്തുന്നുണ്ട് പടത്തില്. നമുക്ക് ആ ഇമോഷണലി നല്ലപോലെ പിടിച്ചിരുത്തുന്നുണ്ട്. അത് നിവിൻപോളിയുടെ പെർഫോമൻസ് ആയാലും ബെറ്റർ ആയിട്ടുണ്ട്. നമ്മുടെ ഒരു കോമഡിയാണോ അതോ അല്ലല്ല, കോമഡി അല്ല, മെയിൻ എന്ന് പറഞ്ഞ സബ്ജക്ട് അതിനകത്തുണ്ട്. നമ്മുടെ ആ പൊളിറ്റിക്കൽ, അത് മാത്രമല്ല ടീച്ചർ കണക്ക് തന്നെ അതിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ആണ് കിട്ടുന്നുണ്ട്. നമുക്കത് കിട്ടും. അവിടെ നമുക്ക് അവിടെ ഇല്ലില്ല, ഫണ്ണല്ല മെയിൻ, ഫണ്ണല്ല ഇമോഷണലി. അത് മാത്രമല്ല, നമ്മുടെ നിലവിലുള്ള എല്ലാ കാര്യങ്ങളും പടത്തില് എന്ന് പറഞ്ഞാൽ പ്രസന്റ്ലി ഉള്ള എല്ലാ പൊളിറ്റിക്കലായാലും അല്ലെങ്കിൽ പുറത്തുള്ളതായാലും എല്ലാരും നല്ലോണം നോക്കുന്നുണ്ട്. നമ്മുടെ ഒരു കാഴ്ചപ്പാട് വരെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അന്നേരം മലയാളികൾക്ക് വേറൊരു അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് മറ്റു രാജ്യങ്ങളോടുള്ള ഒരു കാഴ്ചപ്പാടടക്കം മൊത്തത്തിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു സിനിമയിൽ നമുക്ക് കിട്ടും. ടോട്ടലി ഫീൽ ഗുഡ് മൂവി. ഫീൽ ഗുഡ് അല്ല, നമുക്ക് അതിന് മേലാണ്. അതൊക്കെ മേലെ അത് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കത് കിട്ടിയിട്ടുണ്ട്, സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് കിട്ടണമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് അങ്ങനെ എല്ലാ പാർട്ടിക്കാർക്ക് അത് ഇഷ്ടപ്പെടുമോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നമുക്കൊരു ജെന്യുവൻ ഓഡിയൻസിന് നമുക്കത് കിട്ടുന്നുണ്ട്. അത് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും, എല്ലാവർക്കും കിട്ടും. നമ്മളെ കലക്കിയിട്ടുണ്ട്. സെറ്റ് പടം അടിപൊളി, ഉറപ്പാണ്. കോമഡി ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡിയാണ്. സെക്കൻഡ് ഹാഫ് ഒത്തിരി ഇമോഷണലി നമ്മളെ പിടിച്ചിരുത്തി. പിന്നെന്ത് സുഖമായിട്ട് കംബാക്ക്. രാഷ്ട്രീയമൊക്കെ അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. മനസ്സിലാക്കി തരുന്നുണ്ട്, നൈസായിട്ട് തരും. എല്ലാ രാഷ്ട്രീയക്കാരും ഊക്കുന്നല്ല, നമുക്ക് കറക്റ്റ് ആയിട്ട് രാഷ്ട്രീയം എങ്ങനെ കൊണ്ടുപോകണം എങ്ങനെയാണ് മനസ്സിലാക്കി തരുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് ഇമോഷണലി രാഷ്ട്രീയമായിട്ട് മൊത്തത്തിൽ കലക്കിയിട്ടുണ്ട്. സൂപ്പറുണ്ട്. മെയിനായിട്ട് പറയുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയവും മതവും വർഗീയതല്ല പറയുന്നത്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിന് എത്രത്തോളം ആൾക്കാർ പിന്നെ എല്ലാ രാഷ്ട്രീയക്കാരെയും നോക്കുന്നുണ്ട്. മെയിനായിട്ട് ഡിജോ ജോസിന്റെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, ജനഗണമന, അതേ സെയിം രീതി തന്നെ. അതിന് ഇങ്ങനെ കോമഡി വൽക്കരിച്ച് പറഞ്ഞേക്കും. അതിന് എത്രത്തോളം ബാക്കിയുള്ള ആൾക്കാർ ഉൾക്കൊള്ളുന്നത് മാത്രം അറിഞ്ഞാൽ മതി.